Sony 6400. ഇതൊരു APS-C സെൻസറോടുകൂടിയ മിറർലെസ് ക്യാമറയാണ്. ഇത് 3 മോഡലിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6400, 6400L, 6400M. 6400 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് ബോഡി മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. നിങ്ങൾ ഫോട്ടോഗ്രാഫി പഠിക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു ക്യാമറ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6400L എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ എടുത്താൽ മതി. നിങ്ങളടുത്ത് പിന്നെ സോണിയുടെ ലെൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി മാത്രമായിട്ട് മേടിച്ചാൽ മതി. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന 6400L എന്ന് പറയുന്ന മോഡലാണ്. എനിക്ക് ഒരു 60-50mm പവർ സൂമോട് കൂടിയ OSS ലെൻസ് കിട്ടിയിട്ടുണ്ട്. ഈ OSS ലെൻസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് OSS. ഈ ഒരു ക്യാമറയിൽ 6400 എന്ന് പറയുന്ന ഈ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്തോ നമ്മൾ ചെറിയൊരു ഷേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമേജിനെ ബാധിക്കും, അല്ലെങ്കിൽ വീഡിയോയെ ബാധിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ലെൻസ് OSS ലെൻസ് ആയിരിക്കണം, അതായത് ഒപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട്. സോണിയുടെ 6400 എന്ന് പറയുന്ന ക്യാമറയോടൊപ്പം വരുന്ന ഐറ്റംസാണ് ഈ കാണുന്നത്. നമുക്കൊരു സ്ട്രാപ്പ് തരുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു മെമ്മറി കാർഡ് സോണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെമ്മറി കാർഡ്. ഇതിനകത്ത് റീഡ് സ്പീഡ് 270 MBps എന്നും റൈറ്റ് സ്പീഡ് 70 MBps എഴുതിയിട്ടുണ്ട്. സോണി എന്ന് തന്നെയാണ് ബ്രാൻഡിങ് വരുന്നത്. നമുക്ക് ഈ ഒരു മെമ്മറി കാർഡ് ഉപയോഗിച്ച് 4K വീഡിയോസ് എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു മെമ്മറി കാർഡ് മേടിക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ നമുക്കൊരു ചാർജർ കേബിൾ വരുന്നുണ്ട്, ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇതിൻ്റെ വൺ സൈഡ് USB Type Aയും അപ്പുറത്തെ സൈഡ് നമുക്കൊരു മൈക്രോ USB ആണ് തരുന്നത്. അതുകൂടാതെ നമുക്കൊരു ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോണി. ഇവിടെ സോണി എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറൊക്കെ കാണാൻ പറ്റും. ഇതിനകത്ത് ഒരു പച്ച കളറ് സോണി എന്ന് പറഞ്ഞൊരു സ്റ്റിക്കറൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ബാറ്ററിയുടെ മോഡൽ നമ്പർ നോക്കുകയാണെങ്കിൽ NPFW50 എന്ന് പറയുന്നൊരു ബാറ്ററിയാണ്. അതുകൂടെ ഇതൊരു ബാറ്ററി ചാർജ് സോണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ USB പോർട്ടാണ് തന്നേക്കണേ, USB Type A ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കണേ. അതർ സൈഡ് നമുക്ക് വരുന്നത് ഒരു 2 പിൻ കണക്ഷനാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ചാർജിങ് കേബിളാണ്. ഈ ഒരു അധികം ലെങ്ത് ഒന്നുമില്ല, ഇതൊരു 1 മീറ്റർ ലെങ്ത്തേ ഉള്ളൂ ഈ ഒരു കേബിൾ. ഇതിൻ്റെ വൺ സൈഡ് 2 പിൻ ആണ്. ഇത് നമുക്ക് നമ്മുടെ ചാർജിങ് ബ്രിക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതർ സൈഡ് നമുക്ക് പവറിൽ കണക്ട് ചെയ്യാം. 2 പിൻ കേബിളാണ് വരുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്, നമ്മുടെ ക്യാമറയാണത്. ഈ ഒരു ക്യാമറയുടെ ഒപ്പം ഇത് കൂടാതെ നമുക്ക് ഒരു വ്യൂ ഫൈൻഡിൻ്റെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഞാനത് ഓൾറെഡി ഇൻസേർട്ട് ചെയ്തു പോയി. ഈ ഒരു ക്യാപ്പ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറ നോക്കി കഴിഞ്ഞാൽ മുകളിൽ 6400 4K എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇതുവരെ അത് ഓൺ ആക്കിയിട്ടില്ല. NFC കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് NFC ഒരു ഐക്കൺ ലോഗോ കാണിച്ചിട്ടുണ്ട് ഈ സൈഡിൽ. അതുപോലെ കൂടെ തന്നെ നമുക്ക് ഇവിടെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒരു ബട്ടണും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ റെക്കോർഡാവും. പവർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്കിത് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് അവിടെ ആയിട്ട് നമുക്കൊരു സ്വിച്ച് കാണാൻ പറ്റും. ഈ ബാറ്ററി മെമ്മറി കാർഡ് ഇടാൻ വേണ്ടിയിട്ട് നമുക്കത് ഈ ബാറ്ററിയുടെ കവറിനത് നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ ബാറ്ററി മെമ്മറി കാർഡൊക്കെ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ ബാറ്ററി കാർഡ് നമുക്ക് അത് ഇൻസേർട്ട് ചെയ്യാം. ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിയുടെ അരിയത്ത് കാണുന്ന ഈ ഒരു നീല ലിവറി പിടിച്ച് വലിച്ചാൽ മാത്രമേ ബാറ്ററി പുറത്തോട്ട് വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ബാറ്ററി വെച്ചതിന് ശേഷം പ്രസ് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കും. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്ററി ചെയ്യേണ്ടത്. ഇനി നമുക്ക് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാം. മെമ്മറി കാർഡ് സോണി തന്നെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് നമുക്ക് മെമ്മറി കാർഡ് മേടിക്കൊന്നുമില്ല. മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാറ്ററി കവറിൻ്റെ മുകളിൽ തന്നെ മെമ്മറി കാർഡിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യുക. ഇനി ഒരു ക്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്പ് നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് കൈ എടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് പൊന്തി വരും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാപ്പ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലോക്ക് എന്ന് പറയുന്ന ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യണം. ക്യാമറ മേടിക്കുമ്പോൾ ചിലപ്പോൾ ക്യാമറയിൽ ചാർജ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചാർജില്ലാത്ത ക്യാമറയാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ ഈ ഒരു ഭാഗത്ത് ഒരു 3 പോർട്ട് ഉണ്ട്. ഈ പോർട്ടിൽ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഏതൊക്കെ ടൈപ്പ് പോർട്ടാണെന്നുള്ളത്. ഒന്ന് മൾട്ടി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ HDMI കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൈക്കിൻ്റെ ഒരു പോർട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനും ഓപ്പൺ ചെയ്യാനുള്ള ഡയറക്ഷൻ അവരോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഇത് ഡോറിൽ ഒന്ന് മാർക്കിലോട്ടൊന്ന് ജസ്റ്റ് വലിക്കുക, അപ്പോൾ ഓപ്പൺ ആയി വരും. അപ്പോൾ ആദ്യം കാണുന്ന മൾട്ടി എന്ന് പറയുന്ന പോർട്ടാണ്. മൾട്ടി എന്ന് പറഞ്ഞ പോർട്ടിനകത്ത് നമുക്ക്
നമ്മുടെ ക്യാമറ ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് സിസ്റ്റത്തിലോട്ട് മാറ്റണമെങ്കിൽ മാറ്റാം. അടുത്ത നമുക്ക് HDMI ഒരു പോർട്ടാണ്. HDMI പോർട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ വേറൊരു സെപ്പറേറ്റ് മോണിറ്റർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്കൊരു മൈക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വ്ളോഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ മൈക്ക് ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള മൈക്ക് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 3.5mm ജാക്കാണ് വരുന്നത് മൈക്ക്. ഇത് പവർ ഓൺ ചെയ്യാൻ പോവുകയാണ്. പവർ ഓൺ ചെയ്തു. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ചൂസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഞാൻ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഏരിയയും ടൈമും ഡേറ്റ് സെറ്റ് ചെയ്യണം. ന്യൂ ഡൽഹി, ഇന്ത്യ. ഡയലൈറ്റ് സേവിങ്ങും കാര്യങ്ങളൊന്നും നമുക്കില്ല. ഇന്ത്യയിൽ ഡയലൈറ്റ് സേവിങ് ഇല്ല. ഡേറ്റ്, ടൈം, ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഡേറ്റും ടൈമും സെറ്റ് ചെയ്യാം. ഇന്ന് വരുന്നത് 2-ാം തീയതിയാണ്. 2/8/2022. ടൈം വരുന്നത് ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. ഡേറ്റ് ഫോർമാറ്റ്, ഡേറ്റ്, മന്ത്, ഇയർ. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യുന്നത് മന്ത്, ഡേറ്റ്, ഇയർ ആണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം ഒരു QR കോഡ് തന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഓക്കെ കൊടുത്ത് വിടാം. നമുക്കത് പിന്നെ കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. ഈ ഒരു ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 24.2 MP ഒരു സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. അതുകൂടാതെ നിങ്ങൾ ഇമേജസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ 1 സെക്കൻഡിൽ 11 ഫോട്ടോസ് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ LCD ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 180 ഡിഗ്രി ടിൽറ്റബിൾ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഫുൾ ടച്ച് സ്ക്രീൻ അല്ല ഇത്. നിങ്ങൾക്ക് ടച്ച് ഫോക്കസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇതിനകത്ത് ബിൽറ്റിൻ ഫ്ലാഷ് ഓർമ്മ വരുന്നുണ്ട്. നമുക്ക് ഫ്ലാഷ് പോപ്പപ്പ് ചെയ്യിക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ പോപ്പപ്പ് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നോക്കാം. ഈ ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഈ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് 0.02 സെക്കൻഡ് കൊണ്ട് ഓട്ടോ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഈ ക്യാമറയിൽ 425 ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് ഉണ്ട്. ഈ 425 പോയിന്റ്സും ഒരേ സമയം ഫേസ് ഡിറ്റക്ഷൻ ചെയ്യും, കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ ചെയ്യും. ഈ ക്യാമറ ഉപയോഗിച്ച് 14 ബിറ്റ് റോയിൽ ഫോട്ടോസ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് സോണിയുടെ S-Log3 എന്ന് പറയുന്ന ഒരു കളർ പ്രൊഫൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയും. കളർ ഗ്രേഡ് ചെയ്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് സോണി S-Log3 എന്ന് പറയുന്ന കളർ പ്രൊഫൈൽ. ഈ ഒരു ക്യാമറയുടെ ഷട്ടർ സൈക്കിൾ നോക്കുകയാണെങ്കിൽ 2 ലക്ഷം ഫോട്ടോസ് വരെ എടുക്കാൻ പറ്റുന്നതാണ് സോണി പറയുന്നത്. നിങ്ങൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് പ്രൊഫഷണൽ ടച്ചുള്ള ഫോട്ടോസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബോഡി മാത്രം മേടിക്കുക. അതിനുശേഷം ഒരു ബ്ലോക്ക് ലെൻസ് ഏതെങ്കിലുമൊക്കെ മേടിച്ച് യൂസ് ചെയ്യുക. വളരെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട് ബ്ലോക്ക് ലെൻസ് യൂസ് കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒപ്പം വരുന്ന കിറ്റ് ലെൻസിന് അത്രയ്ക്ക് അങ്ങനെ ക്വാളിറ്റി കുറച്ച് കുറവാണ്. അതായത് 6 L എന്ന് പറയുന്ന മോഡലിൽ വരുന്ന 60-50 mm ലെൻസ് എല്ലാം അത്രയ്ക്ക് ഷാർപ്പല്ല. നിങ്ങളത് എടുത്തതിന് ശേഷം സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ലെൻസ് അത്രയ്ക്ക് ഷാർപ്പല്ല. അതിൻ്റെ പ്രൈസ് വളരെ കുറവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കിറ്റ് ലെൻസ് പൊതുവേ ആളുകൾ ആരും അങ്ങനെ പ്രൊഫഷണൽ വർക്കിനൊന്നും യൂസ് ചെയ്യാറില്ല. കുറച്ചും കൂടി നല്ല ലെൻസാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6400 M എന്ന് പറയുന്ന മോഡൽ എടുക്കാം. അതിൻ്റെ ലെൻസ് കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള ലെൻസാണ്. അതായത് ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ബ്ലോക്ക് ലെൻസോ അല്ലെങ്കിൽ സെപ്പറേറ്റ് സോണിയുടെ APS-C ഈ മോഡിന് പറ്റിയ ലെൻസ് ഏതെങ്കിലും യൂസ് ചെയ്യുക. ലെൻസുകൾ മേടിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്യാമറ ക്രോപ്പ് ബോഡി സെൻസറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ലെൻസ് മേടിച്ചിട്ടാലും ഇതിൻ്റെ ക്രോപ്പ് ഫാക്ടർ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള നല്ല ലെൻസുകൾ മേടിച്ചിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഈ ഒരു ക്യാമറ കൊണ്ട് എടുക്കാൻ പറ്റും. ഒരു വളരെ നല്ല ക്യാമറയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ. ബൈ.